അപ്പോൾ നമ്മുടെ സ്ട്രെൽ മച്ചാൻ പറയുന്ന പോലെ ഇതിൻ്റെ പവർ ഫിഗേഴ്സ് ഒന്ന് നോക്കിയിട്ട് വരാം. ട്രിവാൻഡ്രത്തൊക്കെ എത്ര നല്ല റോഡായിരുന്നു എന്നാൽ പക്ഷെ പണിയൊക്കെ കഴിയുമ്പോൾ നൈസായിരിക്കും കേട്ടോ. അപ്പോൾ പണിയെല്ലാം കഴിയുമ്പം ട്രിവാൻഡ്രം നൈസായിരിക്കും. പക്ഷേ പണ്ടത്തെ ട്രിവാൻഡ്രം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനൊന്നും അല്ലായിരുന്നു ട്രിവാൻഡ്രം. രാവിലെയൊക്കെ നമ്മൾ വണ്ടിയും കൊണ്ട് വരികയാണെങ്കിൽ നല്ല ബ്ലോക്കായിരിക്കും ഇവിടെയൊക്കെ. ഇതിപ്പം ഇത്രയും രാവിലെ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ചൊവ്വാഴ്ചയല്ല. അപ്പം നല്ല ബ്ലോക്ക് തന്നെ കാണും. കാരണം ഇടയ്ക്കിടയ്ക്ക് വന്ന് കിടക്കുന്നതാണ് ഇവിടെ. എന്തായാലും വണ്ടി ടോപ്പ് സ്പീഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിക്കണമെങ്കിൽ എണ്ണ അടിച്ച് ഇവിടെ തന്നെ വരണം. അപ്പോൾ അതിനുവേണ്ടിയാണ് രാവിലെ ഞാൻ വന്നത്. ട്രിവാൻഡ്രത്താണ്. അപ്പോൾ അതുകൊണ്ട് ഈ വ്യൂ കണ്ടാൽ അറിയാം, ഇത്രയും നല്ല ഓപ്പൺ റോഡ് തപ്പി വരണമെങ്കിൽ അതിന് അതിൻ്റേതായ കാരണമുണ്ട്. അപ്പം കഴിഞ്ഞ ബ്ലോഗിന് നല്ല സപ്പോർട്ടായിരുന്നു കിട്ടിയത്. അതുകൊണ്ട് എല്ലാവരോടും ആദ്യമേ നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങുകയാണ്. അപ്പം ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ആക്സിലേഷൻ ടെസ്റ്റും ടോപ്പ് സ്പീഡ് ടെസ്റ്റുമാണ്. നിങ്ങൾക്ക് ഈ റോഡ് കണ്ടാൽ തന്നെ അറിയാം, ഇത്ര ഓപ്പൺ റോഡാണ്. അപ്പോൾ നമ്മൾ കൊല്ലത്തൊക്കെ ഉള്ളവർക്ക് ഒരു മീൻസ് വണ്ടിയുടെ ടോപ്പിൻ്റെയോ എന്ന് വെച്ചാൽ ഇത് മീൻസ് ചെയ്യണമെന്ന് ആരെയും പ്രോത്സാഹിപ്പിക്കുകയല്ല. ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടങ്ങളാണ്. അപ്പം ഞാനൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ വണ്ടി എത്ര കയറും എന്ന് എനിക്കൊരു ഐഡിയ വേണ്ടേ. അപ്പം അതിനുവേണ്ടി സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണ്. ഇത് ആരെയും പ്രോത്സാഹിപ്പിക്കാനോ അല്ലാതെ മീൻസ് അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ്. ടോപ്പൻറ്റും അങ്ങനത്തെയൊക്കെ നോക്കുന്നെങ്കിൽ ഇതേ കൂടി രാവിലെയൊക്കെ ഇറങ്ങി വന്ന് ഈ ഉറക്കമൊക്കെ പോലും കുഴപ്പമില്ല, വണ്ടികളൊന്നുമില്ല, ഫുൾ ഓപ്പൺ. അപ്പോൾ എൻ്റെ കൂടെ എന്നുള്ളത് സ്റ്റാർക്ക് 93 ആണ്. ഇൻസ്റ്റയിലൊക്കെ അത്യാവശ്യം ആക്റ്റീവായിട്ടുള്ളവർക്കൊന്നും ആക്റ്റീവായിട്ടുള്ള എല്ലാം സ്റ്റാർക്കിനെ അറിയാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മുടെ വാൽമാക്കർ സ്റ്റൈലായതുകൊണ്ട് എന്തായാലും ഫേസ് കാണിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ഇത് BMW F900R എന്നൊരു മോഡലാണ്. BMW 900cc കാറ്റഗറിയിൽ ഒരു നേക്കഡ് ബൈക്ക് ഇറക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഈ വണ്ടി ലോഞ്ച് ആയത് 2020 ജൂൺ ജൂലൈ ആ ഒരു ടൈമിലാണ്. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ 2020 കൊറോണ കൊണ്ടുപോയി എല്ലാവരുടെയും വർഷം നശിപ്പിച്ചു. അപ്പോൾ ഈ വണ്ടിയുടെ ഫസ്റ്റ് ഡെലിവറി എന്ന് വെച്ചാൽ കേരളത്തിൽ ഫസ്റ്റ് വണ്ടി ഡെലിവറി ആയത് 2021 ജാനുവരി 1-ലാണ്. അപ്പം ഇത് രണ്ടാമത്തെ വണ്ടിയാണ് കേരളത്തിലെ. ഇത് വണ്ടി കൊച്ചിയിൽ നിന്ന് കൊണ്ടുവന്ന് നൈറ്റ് എനിക്ക് വീട്ടിലൊരു പട്ടിക്കുട്ടിയുണ്ട്, ഇവിടെ ലാബ്രഡോർ റിട്രീവറാണ്. അപ്പം അവനാണിത് കടിച്ച് കയറിയത്. എങ്ങനെ കടിച്ചു കയറിയതില്ല, ഞാൻ വണ്ടി കവറൊക്കെ ഇട്ടിരുന്നതാണ്. വേറെ എവിടെ ഒരു കുഴപ്പമില്ലായിരുന്നു, കവറിനും കുഴപ്പമില്ലായിരുന്നു. ഈ കവറിൻ്റെ ഇടയ്ക്ക് കയറി അവൻ കടിച്ച് കയറിയാണോന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ കുഴപ്പമില്ല, കണ്ണ് വിടത്തില്ല. ആൾക്കാർ ബാക്കിൽ നോക്കുമ്പോൾ നമ്മളൊരു പോയി എല്ലാവരും കണ്ണ് അങ്ങോട്ടായിരിക്കും പോകണം, അതുകൊണ്ട് കണ്ണ് വിടത്തില്ല. അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അവനാവണത് നൈസ് ലുക്കാണ്. XR ആകുമ്പോൾ അവിടെ XR വരും. നമ്മുടെ എനിക്ക് തോന്നുന്നു S1000 അങ്ങനെ എല്ലാ മോഡലും ഈ സെയിം 6.5 ഇഞ്ച് TFT ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. അപ്പോൾ എൻ്റെ വണ്ടി ഇപ്പോൾ എത്ര കിലോമീറ്റർ ആണെന്ന് ചോദിച്ചാൽ 1459 ടോട്ടൽ ഓടി ചെയ്യുന്നത്. നമ്മൾ 1063 ഞാൻ കൊച്ചിയിൽ സർവീസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇച്ചിരി മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ഇവിടെ ചാക്കയിൽ പുതിയ BMW ഷോറൂം വരുന്നുണ്ട്. പക്ഷേ അത് ഇതുവരെയായിട്ട് ഇനോഗ്രേറ്റ് ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വണ്ടിയും കൊച്ചിയിൽ നിന്ന് ഇറക്കിയത്. ഫസ്റ്റ് സർവീസ് ചെയ്യാൻ വേണ്ടി ഞാൻ കൊച്ചി തന്നെ പോയത്. ഒരു 2 ടയറിനൊക്കെ 40,000 ആവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം
അതുകൊണ്ട് തന്നെ സൂപ്പർ ബൈക്ക് ഓടിക്കുമ്പോൾ എല്ലാവരും കൊണ്ടുനടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ മിനിമൽ യൂസായിട്ട് കൊണ്ടുനടക്കുക. എനിക്കിപ്പോഴും എൻ്റെ സാധാ ഓട്ടങ്ങൾ കൂടെ എൻ്റെ 390 വീട്ടിൽ തന്നെ ഉണ്ട്. എനിക്ക് വണ്ടിയുടെ ഒരു ആക്സിലറേഷൻ വീഡിയോയും നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി വണ്ടി എങ്ങനെയാണ്, വണ്ടിയുടെ ഇൻഷിൽ ഫുള്ളാണ്, വണ്ടിയുടെ പവർ ഡെലിവറി എങ്ങനെയാണ്, അതൊക്കെ ഒന്ന് മനസ്സിലാക്കാനും പിന്നെ വണ്ടി നമ്മളൊന്ന് കൊടുത്ത് നോക്കണമെന്ന് വിചാരിച്ചാൽ വണ്ടി എത്രത്തോളം വരെ കയറും. അപ്പം ഞാൻ Duke390 അന്ന് കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ ധനുഷ്കോടി ട്രിപ്പ് പോയപ്പോഴാണ് ഞാൻ 170 കയറ്റിയത്. അത് കേരളത്തിന് പുറത്തായിരുന്നു. കേരളത്തിൽ പുറത്തുള്ള റോഡ്സ് എപ്പോഴും സ്ട്രെച്ചുള്ള റോഡായിരിക്കും, നല്ല റോഡായിരിക്കും, നല്ല വിസിബിലിറ്റി ഉള്ള റോഡായിരിക്കും. പക്ഷേ കേരളത്തിൽ കൂടുതൽ റിസ്ക് എടുക്കാൻ നിൽക്കരുത്. എങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ രാവിലെ ട്രിവാൻഡ്രത്ത് വന്നുകൊണ്ട് ഇവിടെ സ്ട്രെയിറ്റ് സ്ട്രെച്ചാണ്, നമുക്ക് കുറേ നല്ല ദൂരം നമുക്ക് നല്ലോണം കാണാൻ പറ്റും. അപ്പം അതിന് നമ്മൾ ഇവിടെ ഒന്നും പറ്റില്ല, നമുക്ക് ഇച്ചിരി പോകണം. നമ്മൾ ഇഞ്ചക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കോവളം റോഡ് പോകുമ്പോൾ അവിടെ നമുക്ക് നല്ല സ്ട്രെച്ച് കിട്ടും. അവിടെയാണ് സാധാരണ നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ നോക്കുകയാണെങ്കിൽ സൂപ്പർ ബൈക്കുകളൊക്കെ പറന്ന് പോകുന്നത് ആ റോഡിൽ കൂടെയാണ്. ഇതിൻ്റെ സ്റ്റോക്ക് എക്സോസ്റ്റ് സൗണ്ട് കൂടെ ഞാൻ ഒന്ന് ജസ്റ്റ് കേൾപ്പിക്കാം. കുറേ പേര് ചോദിച്ചിരുന്നു, അതുകൊണ്ട് തന്നെ നോക്കട്ടെ. വലിയ സൗണ്ടൊന്നുമില്ല, എങ്കിൽ പോലും കുഴപ്പമില്ല. അടുത്തതായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആക്സിലേഷൻ ടെസ്റ്റും ഒരു ടോപ്പ് സ്പീഡാണ് ചെറുതായിട്ട് നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്യുകയാണ്. മീൻസ് എനിക്ക് എൻ്റെ ഒരു ഇതിന് വേണ്ടി, എൻ്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി എൻ്റെ വണ്ടി എത്ര കയറും എന്ന് വെച്ചാൽ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയണം എൻ്റെ വണ്ടി ഇത്ര കയറും അല്ലെങ്കിൽ ഇത്ര കയറ്റാൻ പറ്റും എന്ന് പറയണം. എന്ന് വെച്ചാൽ അങ്ങനെ പറയണമെന്ന് നിർബന്ധമല്ല, പക്ഷേ എനിക്കറിയണം എൻ്റെ വണ്ടി എത്ര കയറുമെന്ന്. അതുകൊണ്ട് ഞാൻ എന്തായാലും രാവിലെ ഒന്ന് കൈ ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കാമെന്ന് പറഞ്ഞ് ഞാൻ വന്നതാണ്. അപ്പം ഇത് ഫസ്റ്റ് സർവീസിന് മുമ്പ് വരെ നമ്മൾ ഒരു വണ്ടിയും കൊടുക്കാൻ പാടില്ല. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ആദ്യം വണ്ടിയുടെ പവർ മനസ്സിലാക്കുന്നതിന് മുമ്പ് വണ്ടിയുടെ ബ്രേക്കിംഗ് മനസ്സിലാക്കുക. വണ്ടിയുടെ ബ്രേക്കിംഗ് എങ്ങനെയാണ്. ഞാൻ രാവിലെ 5:30 പാവത്തിനെ വിളിച്ചുകൊണ്ട് വന്നതാണ്. അതുകൊണ്ട് ഞാൻ വ്ളോഗ് ചെയ്യുന്നതുകൊണ്ട് പാവം മാറിയിരുന്ന് ഫോണിൽ കളിക്കുകയാണ്. അപ്പോൾ നമുക്ക് പയ്യെ പോയി നമ്മുടെ ടോപ്പ് സ്പീഡ് റണ്ണ് നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കിക്കളയാം. ഇപ്പോൾ വണ്ടി സർവീസ് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും രാത്രി കൊല്ലം ബൈപ്പാസിൽ നല്ല വെട്ടമായിരുന്നു. അപ്പോൾ ആ വെട്ടത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി കൈ കൊടുത്ത് നോക്കിയായിരുന്നു. വണ്ടി 167 എന്തോ കയറി, അല്ലാതെ ഞാൻ നോക്കിയിട്ടില്ല. നമ്മൾ നോർമലി പോവുകയാണെങ്കിൽ നോർമലി നല്ല സുഖമായിട്ട് പോകാൻ പറ്റും. അതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. അത് തന്നെയാണ് എനിക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടത്. നമുക്ക് നോർമലിലും പോവാം, കൈ കൊടുത്തും പോവാം, എങ്ങനെയാണെങ്കിലും പോവാം, ഒരു ഫീലില്ല. ആഹാ, രാവിലെ എന്താ വ്യൂ അല്ലേ ട്രിവാൻഡ്രമൊക്കെ. ഇതാണ് ട്രിവാൻഡ്രത്ത് താമസിക്കുന്ന ഒരു പ്രത്യേക ഒരു ഫീലാണ്. കാരണം നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ താമസിക്കുമ്പോഴത്തേക്കും നാട്ടുകാർക്ക് നമ്മളെ പറ്റി കുറ്റം പറയണം, അങ്ങനെ കുറേ കുഴപ്പങ്ങളുണ്ട്. പക്ഷെ ട്രിവാൻഡ്രത്തെ ഞാൻ കുറേ നിന്നിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ ഇവിടെ ആരുടെയും കാര്യം നോക്കാൻ സമയമില്ല, എല്ലാവരും അവരവരുടെ കാര്യം. ഷോറൂമിൽ പമ്പിൽ കയറ്റി ഫുൾ ടാങ്ക് അടിച്ചപ്പോൾ എനിക്ക് 200 എണ്ണ എന്തോ അടിക്കേണ്ടി വന്നുള്ളൂ. അല്ലാതെ തന്നെ ഷോറൂമിൽ നമുക്ക് നല്ല എണ്ണ പ്രൊവൈഡ് ചെയ്തിട്ടാണ് വണ്ടി തരുന്നത്. ഇതൊരു ഡേഞ്ചറസ് റോഡാണ്. ഇങ്ങനെയൊക്കെ ആയാലും വഴി കൊടുക്കും. എങ്കിൽ പിന്നെ ഇവർക്ക് വേറെ വല്ല വഴി കൊടുക്കൂടായിരുന്നു. ഇതെന്ത് ചേട്ടത്ര, കാരണം ഇത് നമ്മുടെ ഡബിൾ വേ അല്ലേ, അപ്പം മേലേക്കൊരു റോഡുണ്ട്. പിന്നെ ഇല്ല, പിന്നെ അത്രയും കറങ്ങിയൊക്കെ ആൾക്കാർ പോകുന്നത് കാണാം. ഇവിടെ ഒരുപാട് ആക്സിഡൻ്റ് ഒക്കെ നടക്കാറുണ്ട് എന്ന് ഞാൻ ഒരു ട്രോള് വായിച്ചായിരുന്നു. അപ്പം ഞാനും ചിന്തിച്ചിട്ടുണ്ട്, ആണോ ഇത് നമ്മളെ റോഡല്ലേ, അപ്പം ഓപ്പോസിറ്റ് ഇതേക്കൂട്ട് വണ്ടി വരുമ്പോൾ ഒന്നെങ്കിൽ അത്യാവശ്യം നടുക്കൂടൊരു ബാരിക്കേഡോ അങ്ങനെ എന്തെങ്കിലും വെച്ച് സെപ്പറേറ്റ് ചെയ്യുക. കാരണം എല്ലാം ഇവിടെ ഉള്ളവർക്കാണെ അറിയാം. ഇവിടെ റോഡുണ്ട്. ഇനിയിപ്പോൾ സ്ട്രൈറ്റ് വെച്ചാ കൊടുത്തു നോക്കാം. നോക്കിയോ.
കൂടുതൽ എത്ര കയറുമെന്ന് വെച്ചാൽ അപ്പം എനിക്ക് തോന്നുന്നു ഇത് 200 സംതിങ് എന്തുവാണ് കണ്ടത്. ഇതും കയറും. പക്ഷേ ഞാൻ ഇപ്പം ഈ സ്ട്രെച്ചിൽ കൈ കുറച്ചതെന്ന് വെച്ചാൽ ആ റോഡ് ഇച്ചിരി മോശം കേട്ടോ. അത് നല്ല സ്റ്റേബിളായിട്ടല്ല നിൽക്കുന്നത്, ഇങ്ങനെ കുതിച്ച് പോകും. അപ്പം നമ്മൾ അങ്ങനത്തെ റോഡിൽ നമ്മൾ കിഴപ്പ് കാണിക്കാൻ നിൽക്കില്ല. പിന്നെ അത് സ്റ്റിയറിംഗ് ഡാമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാരിപ്പള്ളി പോകണോ മറ്റേ പോകണോ? അത് നമ്മൾ തിരിച്ചതിലൂടെ പാരിപ്പള്ളിയാണോ അതോ അല്ല പുള്ളിയുടെ മാറിക്കണം ഒരു പെണ്ണ് ഇഷ്ടമാണെന്ന് പറയുന്നതാണോ അതോ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു വണ്ടി നമ്മൾ ഡെലിവറി എടുക്കാൻ പോകുന്ന സന്തോഷം. ബോയ്സ് എന്തായാലും വണ്ടി പോയി ഡെലിവറി എടുക്കുന്നതായിരിക്കും ഇഷ്ടം. ഓഹോ എൻ്റെ പൊന്നുകേട്ടാ കണ്ണാടി ഇപ്പോൾ നോക്കിയൊക്കെ എടുത്ത് പോയി. വേണ്ട നമ്മൾ ആലങ്കോട് എത്തി. നമുക്കിനി എനിക്ക് തോന്നുന്നു ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ചാർക്കെന്ത് മാസ്ക് വന്നപ്പോഴും കോഴികളുടെ എല്ലാം കച്ചവടം മുടങ്ങി. പാവങ്ങൾ ആരെ കാണാൻ ചെയ്യുക, മാസ്ക് കൊണ്ട് ഫേസ് പറയാൻ ചെയ്യുക. നമ്മൾ ഈ മാസ്ക് കിട്ട ആൾക്കാരെ കാണുമ്പോഴേ നമ്മൾ വിചാരിക്കും അവരുടെ ഫേസിങ്ങനാണ്. പക്ഷേ മാസ്ക് കിട്ടുമ്പോൾ നമ്മൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇതോടെ അവസാനിക്കുകയാണ്. എല്ലാവരും പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കീപ് സപ്പോർട്ടിങ്.